ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കേക്ക് റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ചേരുവകൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീമിൻ്റെയോ ബേക്കിംഗ് സോഡയുടെയോ ബേക്കിംഗ് പൗഡറിൻ്റെയോ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുന്ന പോലെ ഈ ഒരു കേക്കിൽ നമ്മൾ ബേക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ ഞാനിവിടെ ക്രീമാണ് റെഡിയാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര്. ഫസ്റ്റ് നമ്മൾ ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട് മുട്ടയുടെ വെള്ള ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഈ ഒരു മുട്ടയുടെ വെള്ള വെച്ചിട്ടാണ് നമ്മൾ ക്രീം ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും നമ്മൾ എടുത്ത് വെച്ച ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഈ ചെറുനാരങ്ങ ചേർക്കുന്നത് ക്രീമിന് മുട്ടയുടെ സ്മെല്ലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു കുറച്ച് സമയം ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ സ്റ്റൗവിലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മുടെ ബൗൾ ഇറക്കി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരുന്നവരെ ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് ചെറുതായിട്ട് പതിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്യാം. ഈ വാനില എസൻസിൻ്റെ കൂടെ കുറച്ച് പൈനാപ്പിൾ എസൻസ് കൂടി ചേർത്താൽ നമ്മുടെ ക്രീമിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇപ്പം ഞാൻ ബീറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യണം, പിന്നെ നമ്മൾ സ്പീഡ് കൂട്ടി കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടും ഈ ഒരു ക്രീം റെഡിയാക്കാം. പക്ഷേ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. ഇപ്പം നമ്മുടെ എഗ്ഗ് ഒരു ക്രീമി ടെക്സ്ചറിൽ ആയി വരുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പം നമ്മുടെ ക്രീം ചെറുതായിട്ട് തിക്കായി വരുന്നുണ്ട്. ഈ ഒരു ക്രീം ഉണ്ടാക്കുന്ന ടൈം മാത്രമേ നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യം വരുന്നുള്ളൂ. ഇപ്പം ക്രീം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ക്രീം നന്നായിട്ട് വിപ്പായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗം കട്ട് ചെയ്യാതെ ക്രീം വിപ്പ് ചെയ്യുന്നത് മുഴുവനായിട്ടും ഈ ഒരു വീഡിയോയിൽ ഇട്ടത്. ഒരു 8 മിനിറ്റാണ് ഞാൻ ഈ ഒരു ക്രീം ബീറ്റ് ചെയ്തത്. ഇപ്പം ക്രീം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ബീറ്റർ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ 2 എഗ് വൈറ്റ് വെച്ചിട്ടുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ വിപ്പിംഗ് ക്രീം പോലെയല്ല, കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിനി ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാനിവിടെ ബേക്കൊന്നും ചെയ്യുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ബ്രെഡ് വെച്ചിട്ടാണ് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുന്നത്. ഞാൻ ഒരു 8 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്രെഡിൻ്റെ സൈഡിലുള്ള ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം.
അപ്പോൾ നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഫ്രോസ്റ്റിങ്ങിന് വേണ്ടി ഞാൻ ഫസ്റ്റ് തന്നെ കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയറിൽ ഞാൻ 4 ബ്രെഡാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്രെഡോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള അത്രയും വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 ബ്രെഡാണ് വെച്ച് കൊടുക്കുന്നത്. ഫസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യാം. ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോൾ കൂടി പോകരുത്, കാരണം നമ്മൾ ബ്രെഡ് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും. ഇനി ക്രീം അപ്ലൈ ചെയ്യാം. വിപ്പിംഗ് ക്രീമിൻ്റെ മാതിരി പെട്ടെന്ന് ഇതൊന്നും സ്പ്രെഡായി കിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സ്റ്റിക്കി ആയതുകൊണ്ട്. ഫസ്റ്റ് ലെയറിൽ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഞാനിവിടെ 2 ലെയറേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും മുകളിലേക്ക് മൂന്നാമത്തെ ലെയറും വെക്കാം. ഇനി ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ട് ക്രീം അപ്ലൈ ചെയ്യാം. ഇനി ഞാൻ സൈഡിലും ക്രീം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുന്നുണ്ട്, ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കേക്കിൻ്റെ ചുറ്റിലും ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ക്രീം ബാക്കി വന്നപ്പോൾ ഞാൻ സെൻറ്ററിലും ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഡിസൈനിൻ്റെ മുകളിലൊക്കെ കുറച്ച് ചെറീസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചുറ്റിലും ചെറീസ് വെച്ചിട്ട് ഞാൻ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ ബോൾസ് മുകളിലും സൈഡിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ ജംസ് മിഠായിയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഈ ഒരു ഷുഗർ ബോൾസിന് 100 ഗ്രാമിന് 25 രൂപയേ ഉള്ളൂ. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. നമ്മുടെ ക്രീമിന് മുട്ടയുടെ സ്മെല്ലോ ടേസ്റ്റോ ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ കുട്ടികളൊരു കേക്കിന് പറയുകയാണെങ്കിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ പെട്ടെന്ന് നമുക്ക് ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.